ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഇന്നത്തെ ജനറൽ റീഡിങ്ങിൽ നമുക്ക് ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരാൻ പോകുന്നത്? ഇതിപ്പോൾ ഓഗസ്റ്റ് മന്തും ആയി. ഓക്കെ, ഇനി അങ്ങോട്ട് നമുക്ക് എന്തൊക്കെയാണ് മാറ്റങ്ങൾ പ്രതീക്ഷിക്കാൻ പറ്റുക? എന്തെങ്കിലും മാറ്റങ്ങൾ ഈ മാസമായാലും ശരി. ഓക്കെ, മുന്നോട്ട് ഒരു ടൈം പീരീഡ് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചോളൂ. ഒരു മാസം അല്ലെങ്കിൽ ഒരു 3 മാസം എന്നുള്ള രീതിയിൽ മാക്സിമം ഒരു 6 months പിടിച്ചാൽ മതി, അതിനപ്പുറം പോകണ്ട. ഓക്കെ, ഒരു 1 month 3 months 6 months ഒക്കെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ തന്നെ എടുത്തോളൂ. ഓക്കെ, ഞാനൊരു ടൈംലെസ് ആണ് ചെയ്യുന്നത് ഒരുവിധം. നിങ്ങളുടെ മനസ്സിലൊരു കണക്ക് വെച്ചിട്ട് നിങ്ങൾ ആലോചിച്ചോളൂ, ഇനി വരാൻ പോകുന്ന ഒരു മാസത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കാം, അല്ലെങ്കിൽ ഒരു 3 മാസത്തിൽ എന്ത് നടക്കാം, 6 മാസം. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ എന്തെങ്കിലും ചില കാര്യങ്ങൾ നമ്മൾ ആലോചിക്കുന്നുണ്ടാവുമല്ലോ, അപ്പോൾ അതിന് ഇത്ര സമയം വേണ്ടി വരും എന്ന് നിങ്ങളുടെ മനസ്സിൽ കണക്കുണ്ടാവും. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ അപ്പോൾ ആ കാര്യങ്ങൾ നടക്കുമോ എന്ന് നമുക്കറിയാം അല്ലേ. ഓക്കെ, ലെറ്റ്സ് സീ എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത്. Two of Pentacles, King of Pentacles, Two of Wands again, അതായത് ഓക്കെ കർമ്മ, Hermit, ടെമ്പറൻസ്, ബാലൻസ് ആണ് ഇവിടെ. ഗുഡ്. ഓക്കെ, സി ഹാങ്മാൻ, മജീഷ്യൻ, ഷാഡോ സൈഡ്. വെരി ഗുഡ്. ഓക്കെ, ഈ ഡെക്ക് എടുത്തത് നന്നായി തോന്നുന്നു എനിക്ക്. എംപ്രസ്, ത്രീ ഓഫ് വാണ്ട്സ്. ഓക്കെ, ഇവിടെ എനിക്ക് കാണുന്നത് മെയിനായിട്ട് നിങ്ങളുടെ ലൈഫിൽ ഇനി വരാൻ പോകുന്നത് ഒരു തീരുമാനത്തിൻ്റെ കാര്യമാണ്, ഒരു ഡിസിഷൻ. ഓക്കെ, നിങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ 2 കാര്യത്തിൽ ഒരു ചോയ്സ് ഓക്കെ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാവും. 2 കാര്യത്തിൽ എന്തെങ്കിലും 2 കാര്യങ്ങൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവാം. 2 എന്നല്ല, 2-ൽ കൂടുതലും ആവാം. ഓക്കെ, അങ്ങനെ നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ അതിലൊരു തീരുമാനം നിങ്ങൾ എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഡിസിഷൻ, തീരുമാനം നിങ്ങൾ എടുക്കും. ഓക്കെ, ചില കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്, അത് നിങ്ങൾക്ക് കിട്ടും എന്ന് പറയാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 2 കാര്യങ്ങളുടെ ഇടയിൽ നിങ്ങളൊരു ഇവിടെ 2 സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. 2 സിറ്റുവേഷൻ ആയിരിക്കാം, 2 കാര്യങ്ങൾ അങ്ങനെ ആയിരിക്കാം. 2 ജോലി, അതായത് ഏത് ജോലി വേണം, അല്ലെങ്കിൽ ജോലി വേണോ, മാരേജ് വേണോ, എന്ത് കൺഫ്യൂഷൻ ആയാലും ശരി, പഠിക്കണോ, കൂടുതൽ ജോലി ചെയ്യണോ, എന്ത് തന്നെ ആയാലും ശരി, 2 കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിൽ 2 വ്യക്തികളും ആവാം. ഓക്കെ, 2 പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ അങ്ങനെയാവാം. അപ്പം എന്ത് തന്നെ ആയാലും ശരി, നിങ്ങളൊരു കാര്യത്തിന്റെ തീരുമാനം എടുക്കാൻ വെയിറ്റ് ചെയ്യുന്ന പോലെയുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ആരുടെയെങ്കിലും തീരുമാനം വെയിറ്റ് ചെയ്യുന്നതായിരിക്കാം. നിങ്ങളായിരിക്കാം ചിലപ്പോൾ വെയിറ്റ് ചെയ്യുന്നത്, ഒരു ആരെങ്കിലും ഒരു ഡിസിഷൻ എടുത്ത് നിങ്ങളോട് പറയണം എന്ന രീതിയിൽ അങ്ങനെയാവാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ എടുക്കും തീരുമാനം, വട്ടെവർ. ഇവിടെ ആ തീരുമാനം എടുക്കാനുള്ള ഒരു സമയമായി വരുന്നു എന്ന് പറയാം. ഓക്കെ, ആ ഡിസിഷന്റെ ഒരു സമയം വരുന്നുണ്ട്. ഐ തിങ്ക് ചിലപ്പോൾ നമ്മൾ പറയില്ലേ, ഒരു കാര്യം നമ്മൾ എത്ര കാലം മാറ്റി മാറ്റി വെക്കും അല്ലേ, അവസാനം ഒരു തീരുമാനം എടുക്കേണ്ടി വരും എന്തായാലും. നിങ്ങൾ എടുക്കുന്ന തീരുമാനമായാലും ശരി, അല്ല നിങ്ങൾ ആരുടെയെങ്കിലും തീരുമാനം വെയിറ്റ് ചെയ്യുകയാണെങ്കിലും ശരി, അത് വരും. ഓക്കെ, ആൻഡ് ഇവിടെ കിങ് ഓഫ് പെന്റിക്കിൾസ് ആണ്. സോ കിങ് ഓഫ് പെന്റിക്കിൾസ് ഒന്ന് അഗെയിൻ ഞാൻ റിലേഷൻഷിപ്പിന്റെ കാര്യം പറഞ്ഞ പോലെ നിങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് ആരുടെയെങ്കിലും വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കരിയറിന്റെ കാര്യത്തിൽ ഓക്കെ നിങ്ങൾക്കൊരു കരിയർ ഗ്രോത്ത്, അല്ലെങ്കിൽ ഒരു ജോലി കിട്ടുന്നതായിട്ട് സ്റ്റേബിൾ ആയിട്ടൊരു ജോലി കിട്ടുന്ന പോലെ. ഓക്കെ, ആ രീതിക്ക് നിങ്ങൾക്കൊരു അല്ലെങ്കിൽ ജോലിയിൽ ഒരു പ്രൊമോഷൻ അങ്ങനെയാവാം. മാരേജ് നടക്കുന്ന കാര്യം അങ്ങനെയും പറയാം. സോ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങളൊരു, ഞാൻ പറഞ്ഞ പോലെ ഒരു തീരുമാനമായിട്ട് നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം വരുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. അതിപ്പോൾ ഈ 1 month 3 months അല്ലെങ്കിൽ 6 months നിങ്ങളുടെ മനസ്സിൽ എന്താണോ നിങ്ങൾ ആലോചിച്ചത് അതുപോലെ. ഓക്കെ, ആൻഡ് ഇവിടെ കർമ്മ ആൻഡ് ഷാഡോ സൈഡ് ഉണ്ട്. ഇത് രണ്ടും, ഇത് ആക്ച്വലി ഈ ഡെക്കിന്റെ ഒരു പ്രത്യേകതയാണ്. ഈ ഡെക്കിൽ ഇങ്ങനത്തെ 1-2 കാർഡ്സ് ഉണ്ട്. ഇത് നമ്മളുടെ ചില ലൈഫ് സിറ്റുവേഷൻസ്, നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ചില സിറ്റുവേഷൻസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നത് ഒരു കർമ്മയുടെ സമയമാണെന്ന് പറയാം. കർമ്മ റിലീസിങ്ങിന്റെ ടൈമാണെന്ന് പറയാം. ഓക്കെ, കർമ്മയുടെ സമയം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുക, ചില കാര്യങ്ങൾ നമുക്ക് നടക്കാതെ പോവുക, സ്റ്റക്കായി നിൽക്കുക, തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാതിരിക്കുക. ഓക്കെ, ചിലപ്പോൾ സ്റ്റക്കായി നിൽക്കുക, സ്റ്റക്കായിട്ട് ഫീൽ ചെയ്യുക. ഓക്കെ, ഒന്നും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല എന്ന രീതിയിൽ. ഓക്കെ, ചിലവർക്ക് ചില നഷ്ടങ്ങൾ വരുന്ന സമയങ്ങളായിരിക്കാം. എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ
നിങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്ന പോലെ, ഓക്കെ, നിങ്ങൾ ഒറ്റപ്പെട്ട പോലെ ഒരു ഫീലിംഗ്, ആരുമില്ല നിങ്ങളുടെ കൂടെ, നിങ്ങൾ തനിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം. ഓക്കെ, നിങ്ങളെ ഒറ്റപ്പെടുത്തിയാലും ഇല്ലെങ്കിലും നിങ്ങളും അങ്ങനെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവും, ഒറ്റപ്പെട്ടിരിക്കാൻ. ഓക്കെ, നിങ്ങൾ കുറെ നിങ്ങളുടെ ചിന്തകളിലേക്ക് അവനവനിലേക്ക് തിരിയുക. ഓക്കെ, ഹെർമിറ്റ് കാർഡ് എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ഉള്ളിലേക്ക് തിരിയുന്നതാണ്. നമ്മൾ ഒറ്റയ്ക്കിരിക്കലും തനിച്ചാവലും ഒക്കെ വേറെ, അതല്ലാതെ നിങ്ങൾ തന്നെ നിങ്ങളുടെ ഉള്ളിൽ തന്നെ നോക്കി ഒന്ന് അവനവനെ നിങ്ങളൊന്ന് വിലയിരുത്തലാണ്. ഓക്കെ, നമ്മളെ തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കലാണ്. അവനവൻ്റെ ഉള്ളിലേക്കാണ് ഈ വെളിച്ചം ഇത് കാണുന്നത്. ആക്ച്വലി നമ്മൾ പുറത്തേക്കല്ല നോക്കുന്നത്, നമ്മൾ അവനവനിലേക്കാണ് നോക്കേണ്ടത്. ഓക്കെ, സോ അവനവനിലേക്ക് നിങ്ങൾ നോക്കി തുടങ്ങാൻ. ഷാഡോ സൈഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള ബ്ലോക്കേജസ്, നമ്മളെ മുന്നോട്ട് പോകുന്നതിൽ എന്താണ് തടസ്സപ്പെടുത്തുന്നത് എന്ന് തിരിച്ചറിയുന്ന ഒരു കാര്യമാണ്. നമ്മൾ അവനവനെ ഇവാലുവേറ്റ് ചെയ്താൽ മാത്രമേ അത് നിങ്ങൾക്ക് തിരിച്ചറിയൂ. ഓക്കെ, എപ്പോഴും നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ പുറമേ നമ്മൾ ബ്ലെയിം ചെയ്യാൻ പാടില്ല. ഓക്കെ, എപ്പോഴും നമ്മളുടെ ഉള്ളിൽ ചില കാര്യങ്ങൾ നമ്മളെ തടസ്സപ്പെടുത്തി നിൽക്കും, അതുകൂടി നമ്മൾ തിരിച്ചറിയണം. ഓക്കെ, പുറമേയുള്ള ചില സിറ്റുവേഷൻസ് ഉണ്ടാവും, നമുക്ക് മാറ്റാൻ പറ്റാത്ത ഉണ്ടാവും. പക്ഷെ പലതും നമ്മളുടെ ഉള്ളിൽ ചില ക്ലാരിറ്റി ഉണ്ടെങ്കിൽ, നമ്മളുടെ ഉള്ളിൽ ചില ധൈര്യമോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് എന്തിനേയും നമുക്ക് മറികടക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ആ ഷാഡോ സൈഡ് നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു സമയമാണ്. അതുകൊണ്ടാണ് ഈ ഇൻട്രോസ്പെക്ഷൻ പറയുന്നത്. ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് തന്നെ നോക്കുക. അപ്പോൾ ഇതൊരു കർമ്മയുടെ ടൈം എന്ന് പറയുമ്പോൾ, കർമ്മ തീർന്നു പോകാനുള്ള ഒരു സമയം എന്ന് പറയുമ്പോൾ, എങ്ങനെയാണ് കർമ്മ തീരുക? ഓക്കെ, കർമ്മ തീരണമെങ്കിൽ ആദ്യം നമ്മൾ അവനവനെ ഒന്ന് വിലയിരുത്തണം, നമ്മളെ തന്നെ ഒന്ന് അനലൈസ് ചെയ്യണം. ഓക്കെ, നമ്മളുടെ ഷാഡോ സൈഡ് നമ്മൾ തിരിച്ചറിയണം. എന്താണ് എൻ്റെ ഉള്ളിലെ നെഗറ്റിവിറ്റി, എന്താണ് എൻ്റെ ഉള്ളിൽ എനിക്ക് മാറ്റാൻ പറ്റുന്ന കാര്യങ്ങൾ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എന്നെ തന്നെ ഒന്ന് ബോൾഡാക്കി മുന്നോട്ട് പോകാൻ, ലൈഫിൽ മുന്നോട്ട് പോകാൻ സാധിക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്, എന്നെ എന്താണ് തടസ്സപ്പെടുത്തുന്നത്, എനിക്ക് എന്തുകൊണ്ടാണ് ധൈര്യം ഇല്ലാത്തത്, അല്ലെങ്കിൽ എനിക്ക് എന്തുകൊണ്ടാണ് കൺഫ്യൂഷൻ വരുന്നത്, എനിക്ക് എന്തുകൊണ്ടാണ് ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തത്, അങ്ങനെ പല കാര്യങ്ങളും. ഓക്കെ, നിങ്ങൾ ഒരു ഇന്നർ ചൈൽഡിൻ്റെ ആണ് ശരിക്കും പറയുക കുറേയൊക്കെ. ഇത് ഇന്നർ ചൈൽഡ് ഹീലിംഗിലൂടെയാണ് ഇത് കറക്റ്റാക്കാൻ നമുക്ക് പറ്റുക. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മളെ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. ഓക്കെ, സാഹചര്യങ്ങൾ നമ്മളെ തടസ്സപ്പെടുത്തുന്നു എന്ന് എല്ലാവരും പറയും. ശരിക്കും സാഹചര്യങ്ങൾ എന്ന് പറയുന്ന വെറും ഒരു എക്സ്ക്യൂസ് മാത്രമാണ്. ഓക്കെ, കാരണം സാഹചര്യങ്ങൾ അവിടെ ഉണ്ട്, പക്ഷെ അതിനെ മാറ്റാൻ നിങ്ങൾക്കാണ് കഴിവുള്ളത്. ഓക്കെ, അപ്പോൾ പക്ഷെ നിങ്ങൾക്ക് ധൈര്യം വരുന്നില്ലെങ്കിൽ അതെവിടെയോ നിങ്ങളുടെ ഉള്ളിലെ പ്രശ്നമാണ്. ഓക്കെ, സാഹചര്യം എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ പറയും എനിക്കൊരു ഇഷ്ടമുള്ളൊരു ജോലിയുണ്ട്, അത് ചെയ്യണം. ഓക്കെ, പക്ഷെ ഫാമിലി പറയുന്നു അത് വേണ്ട, അത് നീ ചെയ്യേണ്ട എന്ന് പറഞ്ഞ് നമ്മളെ മുടക്കിയെന്ന് വിചാരിക്കുക. നമ്മളത് ഓക്കെ ശരി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് പറയും? കുറ്റപ്പെടുത്തുന്നത് ഫാമിലി വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ്, അവർ പറഞ്ഞുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത് എന്ന് പറയും. ബട്ട് ശരിക്കും നന്നായിട്ട് നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾക്ക് വേണം, അത്രത്തോളം അത് വേണമെന്നുണ്ടെങ്കിൽ ആര് തടസ്സപ്പെടുത്തിയാലും, ആര് നിങ്ങളെ എതിർത്ത് നിന്നാലും നിങ്ങളത് ചെയ്തിരിക്കും, അല്ലേ? നിങ്ങൾ അവരെ പറഞ്ഞ് കൺവിൻസ്, ഞാൻ ഐ തിങ്ക് മുൻപ് ഒരിക്കൽ റീഡിങ്ങിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ തന്നെ മറ്റുള്ളവരെ നിങ്ങൾ കൺവിൻസ് ചെയ്യും, മറ്റുള്ളവരെ പറഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കിക്കും, നിങ്ങളുടെ ഭാഗത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും, അല്ലേ? നിങ്ങൾ എങ്ങനെയെങ്കിലും അതിനുള്ള വഴികൾ നിങ്ങൾ കണ്ടുപിടിക്കും. ഓക്കെ, അതെങ്ങനെയെങ്കിലും മുന്നോട്ട് ചെയ്യാനുള്ളത് നിങ്ങൾ നിങ്ങളത് ശരിയാക്കി എടുക്കും, കാരണം നിങ്ങൾക്കത് അത്രത്തോളം വേണമെന്ന് ആഗ്രഹം വരുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഉള്ളിൽ ഒരു കാര്യം നമുക്ക് എത്രത്തോളം ആഗ്രഹമുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ തന്നെ നമുക്ക് ചെയ്തെടുക്കാനുള്ള വഴികൾ കിട്ടും. ഓക്കെ, വഴികൾ തെളിഞ്ഞു വരും, നിങ്ങൾക്ക് അതിനുള്ള വഴികൾ തുറന്നു വരും. പക്ഷെ നിങ്ങൾ അത്രത്തോളം അത് ആഗ്രഹിക്കണം, നിങ്ങൾക്ക് വേണമെന്ന് തോന്നണം. നിങ്ങളുടെ ഉള്ളിൽ എന്താ നിങ്ങളെ സ്റ്റോപ്പ് ചെയ്യുന്നത്? നിങ്ങൾക്ക് പേടിയാണോ എന്നിട്ട് അവർ ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഹേർട്ടാവും എന്നുള്ളൊരു പേടി? ഓക്കെ, ആൻഡ് എന്താ പറയുക, വേറൊരു കാര്യം എനിക്ക് പോയിന്റ് വന്നതാണിപ്പോൾ, സോറി. എനിക്ക് ആഗ്രഹമുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാനൊരു സെൽഫിഷ് ആയി പോവോ, ഞാനൊരു സ്വാർത്ഥനായി പോവോ എന്നുള്ളൊരു ചിന്ത. അതുപോലെ അത് മാത്രമൊന്നുമല്ല, ചിലപ്പോൾ ചിലവർക്ക് ഉണ്ടാവുന്നത്, ഞാനിത് ഒരു വാശി പിടിച്ച് ഞാൻ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അത് ചെയ്തിട്ട് സക്സസ് ആയില്ലെങ്കിൽ മറ്റുള്ളവർ എന്നെ കുറ്റപ്പെടുത്തില്ലേ എന്നുള്ളൊരു ചിന്ത. ഓക്കെ, അവർ പറയില്ലേ, നീ തീരുമാനിച്ചിട്ടാണ് നീ പോയത്, അതുകൊണ്ട് നിനക്ക് തോൽവി സംഭവിച്ചു എന്ന് കുറ്റപ്പെടുത്തില്ലേ എന്നുള്ളൊരു തോന്നല്. അതായത് നമ്മൾ ജയിക്കൂ, നമ്മളത് സക്സസ് ആവും എന്ന് നമുക്കൊരു കോൺഫിഡൻസ് ഇല്ല, അങ്ങനെയും പറയാം. ഓക്കെ, അങ്ങനെ പലതും നമ്മുടെ ഉള്ളിലെ ബ്ലോക്കേജസ് ആണ്. ഓക്കെ, ഇപ്പം ഇതിനൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കുക നന്നായിട്ട്. ഇപ്പോൾ അവർക്കിപ്പോൾ നിങ്ങൾ ഫാമിലിയോട് നിങ്ങൾ പറയുകയാണ്, എൻ്റെ ഒരു ആഗ്രഹം, എനിക്കൊരിഷ്ടം ഉണ്ട്, അത് ഞാൻ ചെയ്യട്ടെ എന്ന് പറയുമ്പോൾ അവർക്ക് ഇഷ്ടമാവില്ല എന്ന് പറയുമ്പോൾ ശരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കുക, അവർ നിങ്ങളെ മനസ്സിലാക്കുന്ന ആൾക്കാരാണോ? ഓക്കെ, അതും ന്യായമായ കാര്യങ്ങൾക്കാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അല്ലാതെ അനാവശ്യമായിട്ടുള്ള ഇതിനല്ല, ഒരു ന്യായമായ, നിങ്ങൾ ആലോചിച്ച് നോക്കുക. ആദ്യം നിങ്ങൾക്ക് വേണ്ടത് ആ കോൺഫിഡൻസ് ആണ്. ഞാൻ പറയുന്നത് ന്യായമായ ഒരു ആഗ്രഹമാണ് എന്ന് പറയാം. ഓക്കെ, ഞാനൊരു ശരിക്കും പറഞ്ഞത് ഇതിനെക്കുറിച്ചല്ല സംസാരിക്കുന്നത്, ബട്ട് നിങ്ങളുടെ ഉള്ളിലെ ഷാഡോ സൈഡ്സിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ ഇന്നർ ചൈൽഡ്, അങ്ങനത്തെ കാര്യങ്ങൾ. ഓക്കെ, അതായത് നിങ്ങളുടെ ഉള്ളിൽ എന്തുകൊണ്ട് ഫിയേഴ്സ് വരുന്നു, എന്തുകൊണ്ട് നിങ്ങൾക്ക് പേടികൾ വരുന്നു എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ തിരിച്ചറിയണം. ഓക്കെ,
വേറെ നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ന്യായമായ ഒരു ആഗ്രഹം പറഞ്ഞാൽ ശരിക്കും അവർ നിങ്ങളുടെ കൂടെയല്ല നിൽക്കേണ്ടത്. നിങ്ങൾ ആദ്യം സ്വയം കൺവിൻസ് ആണോ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് നിങ്ങളെ കൺവിൻസ് ചെയ്തിട്ടുണ്ടോ? നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കത് അവർ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ സാധിക്കും. പേടി വരില്ല. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് തോന്നുകയാണ് എന്നിട്ട് ഞാൻ എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സെൽഫിഷ് ആയി പോവും എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ സെൽഫിഷ് ആവാൻ മാത്രം അങ്ങനെ ഒരു മോശമായ ഒരു കാര്യമാണോ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? സ്വയം ഒന്ന് വിലയിരുത്തൂ. സ്വയം നിങ്ങൾ ഓരോ കാര്യങ്ങളെയും ചോദ്യം ചെയ്യൂ. അവനവനെ ആദ്യം ചോദ്യം ചെയ്യൂ. അവനവൻ്റെ ഉദ്ദേശം, അവനവൻ്റെ അതിനെ ന്യായമാണോ, ഞാൻ ന്യായമായതാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ എന്തുകൊണ്ട് ഞാൻ സെൽഫിഷ് എങ്ങനെ ആയിപ്പോവും? ആവില്ല. കാരണം എനിക്കൊരു കഴിവുണ്ട്, എനിക്കൊരു ആഗ്രഹമുണ്ട്, അത് ഞാൻ ചെയ്യുന്നതിൽ എങ്ങനെയാണ് ഞാൻ സ്വാർത്ഥതയായി പോവുക? സ്വാർത്ഥത ആവില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയാം. അങ്ങനെ കുറേ സെൽഫ് ഇവാലുവേഷൻ ഇവിടെ ആവശ്യമാണ്. ഓക്കെ, ചില പേടികൾ, അൺനെസറി ചിലപ്പോൾ പേടികൾ, ടെൻഷൻസ് ഉണ്ടാവാൻ നിങ്ങളുടെ ഉള്ളിൽ, അതിനെയൊക്കെ ഒന്ന് മാറ്റിയെടുക്കാനുള്ള സമയമാണെന്ന് പറയാം. ആക്ച്വലി ഞാനിപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു കാർമിക് സിറ്റുവേഷൻ നിങ്ങൾ ഗോ ത്രൂ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ സ്റ്റക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ലൈഫിൽ ചില സിറ്റുവേഷൻസ് നിങ്ങൾക്ക് നടക്കുന്നില്ല, മുന്നോട്ട് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ചത് കിട്ടുന്നില്ല, നടക്കുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ, അത് ഇപ്പോൾ ഒരു കാർമിക് സമയമാണ്. അതായത് ആ കാർമിക് സമയം നിങ്ങൾക്ക് വന്നിട്ടുള്ളത് നിങ്ങളെ ചില കാര്യങ്ങൾ മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, മറ്റുള്ളവരെ കുറിച്ചും നിങ്ങളെക്കുറിച്ചും എല്ലാം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സമയമാണ്. സോ ഒരു സ്റ്റക്ക് സിറ്റുവേഷൻ ഇപ്പം നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ, ഈ വരുന്ന നമ്മൾ പറഞ്ഞ ഒരു പീരീഡ്, ഒരു 1 മന്ത് 3 മന്ത് 6 മന്ത്സ് എത്ര ആയിക്കോട്ടെ, ആ പറഞ്ഞ പീരീഡിൻ്റെ ഉള്ളിൽ നിങ്ങളൊരു മാറ്റം നിങ്ങളിൽ തന്നെ കൊണ്ടുവരിക. ഓക്കെ, അങ്ങനെയാണ് വരാൻ പോകുന്നത്. അതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഒരു കരിയറിന്റെ കാര്യത്തിലാണെങ്കിൽ ഒരു ജോലി കിട്ടുക, അല്ലെങ്കിൽ ജോലിയിൽ ഗ്രോത്ത് അങ്ങനത്തെ കാണുന്നുണ്ട്. ഓക്കെ, എന്താണ് നിങ്ങളുടെ ഈ ഗ്രോത്തിനെ തടയുന്നത്? അഗൈൻ നിങ്ങൾ ആലോചിക്കുക. ഓക്കെ, ഒരു ഓഫീസിൽ ഇപ്പം നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടുന്നില്ല എന്ന് വിചാരിക്കുക, വേറെ ആൾക്ക് നിങ്ങളുടെ മേലെ പ്രൊമോഷൻ കിട്ടിപ്പോയി എന്ന് വിചാരിക്കൂ. അവിടെ നമ്മൾ കുറ്റപ്പെടുത്തും, എൻ്റെ കഴിവാരും തിരിച്ചറിഞ്ഞില്ല, അയാൾക്ക് പ്രൊമോഷൻ കൊടുത്തു, അയാൾ കയറിപ്പോയി, അല്ലെങ്കിൽ അയാൾ വേറെ എന്തെങ്കിലും ചെയ്തിട്ടാണ് അയാൾക്ക് പ്രൊമോഷൻ കിട്ടിയത് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ആ മറ്റേ ആളെ ബ്ലെയിം ചെയ്യുന്നതിന് പകരം അവനവനിലേക്ക് നോക്കൂ. എന്തുകൊണ്ടാണ് എനിക്ക് പ്രൊമോഷൻ കിട്ടാതെ പോയത്? അത് നെഗറ്റീവായിട്ടല്ല, പോസിറ്റീവായിട്ട് എടുക്കുക. അതായത് ഓക്കെ, എന്താണ് എന്നെ തടസ്സപ്പെടുത്തിയത്? ആ കാര്യം മനസ്സിലാക്കുക. എൻ്റെ കോൺഫിഡൻസ് കുറവാണോ? ഞാൻ എന്തെങ്കിലും ചെയ്തതിൽ കുറവുണ്ടോ? ഞാൻ കുറച്ചുകൂടി എന്തെങ്കിലും ചെയ്യണോ? ഞാൻ പഠിക്കണോ? ഞാൻ എന്നെ തന്നെ പ്രസന്റ് ചെയ്യുന്നതിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്തണോ? എന്താണ് വേണ്ടത്? ഞാൻ മറ്റുള്ളവരുമായിട്ട് ബിഹേവ് ചെയ്യുന്നതിൽ എന്തെങ്കിലും മാറ്റം വരുത്തണോ? എന്തൊക്കെയാണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കി പോസിറ്റീവായിട്ട് നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവന്ന് നിങ്ങളുടെ ലൈഫിനെ മാറ്റിയെടുക്കാനുള്ള കഴിവ് നിങ്ങളുടെ കയ്യിലാണ്. ഓക്കെ, മജീഷ്യൻ കാർഡാണ് ഇവിടെ. സോ നിങ്ങൾ സ്റ്റക്കായിരിക്കുന്നു, ഞാൻ ഒറ്റപ്പെട്ടു പോയി, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, അങ്ങനെ കാർമിക് സിറ്റുവേഷൻ നടക്കുന്നുണ്ട്, എൻ്റെ ലൈഫിലെല്ലാം ഇപ്പോൾ കർമ്മയാണ്, ഞാൻ ചെയ്യുന്നതിൻ്റെയൊക്കെ ഫലമാണ് ഞാൻ അനുഭവിക്കുന്നത് എന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. ആ കർമ്മ സമയം വരുമ്പോൾ നിങ്ങൾക്ക് ലെസൺസ് ആണ് അവിടെ കിട്ടുന്നത്. ഓക്കെ, ആ ലെസൺസ് നിങ്ങൾ അവനവനിലേക്കാണ് നോക്കേണ്ടത്, വേറെ എവിടെയുമല്ല. പുറമേ ആരെന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല, നിങ്ങൾ അവനവനിലേക്ക് നോക്കുക, അവനവനെ ബെറ്റർ ആക്കുക. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ എല്ലാ പവറും നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങൾക്കൊരു ഗ്രോത്ത് എല്ലാ തരത്തിലും, നിങ്ങൾ ഏത് തരത്തിൽ ആഗ്രഹിക്കുന്നു എല്ലാ തരത്തിലും നിങ്ങൾക്ക് ഗ്രോത്ത്. ആക്ച്വലി ഇവിടെ എംപ്രസ്സും ഉണ്ട്. സോ ലേഡീസ് ആണെങ്കിൽ നിങ്ങൾക്ക് മാരേജ് അല്ലെങ്കിൽ ഒരു പ്രഗ്നൻസി അങ്ങനത്തെ കാര്യങ്ങൾ വരാം. ഓക്കെ, അല്ലെങ്കിൽ ഈവൻ ഒരു കരിയറിൻ്റെ കാര്യം പറയും. ഓക്കെ, ഇത് രണ്ടും ആക്ച്വലി കരിയറിൻ്റെ കാര്യവും പറയാം, ഫാമിലി ലൈഫും പറയാം, രണ്ടും ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഏത് കാര്യത്തിലായാലും നിങ്ങൾക്കൊരു ബെറ്റർമെൻ്റ് ആണ് വരുന്നത്. ആക്ച്വലി ഏറ്റവും ബെസ്റ്റ് കാർഡ്സ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, സോ പ്ലാനിങ് ചെയ്യുക അതിന് വേണ്ടിയിട്ട്. ഓക്കെ, നിങ്ങൾ ഐ തിങ്ക് പ്ലാനിങ് ചെയ്യുന്നത് സക്സസ് ആവും എന്ന് പറയാം. ഓക്കെ, ആ രീതിക്ക് പറയാം. അതായത് ഇനി വരുന്ന 1 മന്ത് 3 മന്ത്സിൽ നിങ്ങൾ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ സക്സസ്സിലേക്ക് വരും. ഓക്കെ, നിങ്ങൾക്കൊരു ഗ്രോത്ത് വരുന്ന സമയമാണ്. ബട്ട് ഇപ്പോൾ നിങ്ങൾ ഗോ ത്രൂ ചെയ്യുന്ന സമയം, അത് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക, മാക്സിമം നിങ്ങൾ അതിനെ ഉപയോഗിക്കുക, നിങ്ങൾ പഠിക്കാൻ യൂസ് ചെയ്യുക. അവനവനെ പറ്റിയിട്ട് വേറെ ഒരു കാര്യം, മറ്റേ ആൾ എന്ത് പറയുന്നു, വീട്ടുകാരെന്ത് പറയുന്നു, പുറമേ ഉള്ള ആൾക്കാരെന്ത് പറയുന്നു, സൊസൈറ്റി എന്താണ്, ഒന്നും ചിന്തിക്കാതിരിക്കുക. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഞാൻ ആരാണ്? ഞാൻ എന്താണ്? എനിക്കെന്താ കഴിവുകളുള്ളത്? എനിക്കെന്താ സാധിക്കുക? എനിക്കെന്താ ആഗ്രഹങ്ങളുള്ളത്? അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങും. എൻ്റെ ഉള്ളിലെ പേടികൾ എന്താണ്? എന്നെ തന്നെ സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു കാര്യം എന്താണ്? എനിക്ക് മറ്റുള്ളവരോട് എൻ്റെ ഒരാഗ്രഹം എനിക്ക് തുറന്നു പറയാൻ പറ്റുന്നില്ലെങ്കിൽ എന്ത് പേടിയാണ് എൻ്റെ ഉള്ളിലുള്ളത് എന്നെല്ലാം നിങ്ങൾ കുറേ ആലോചിക്കാനുണ്ട്. ഓക്കെ, ഇവിടെ പക്ഷെ എന്തായാലും ഒരു 3 മന്ത്സിൽ വിത്തിൻ 1 മന്ത് 3 മന്ത്സ് നിങ്ങൾ എത്രയാണോ ടൈം പിടിച്ചത് അതിൽ നിങ്ങൾ ചില തീരുമാനങ്ങൾ എടുത്ത് നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം കൊണ്ടുവരുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. കൊണ്ടുവരിക. ഓക്കെ, ഞാൻ പറയുന്നു ഇത് വന്നോ ഇല്ല എന്നുള്ളതല്ല, നിങ്ങൾക്കൊക്കെ ചെയ്തെടുക്കാൻ സാധിക്കും. ഓക്കെ, ഇങ്ങനെ സ്റ്റക്കായിട്ട് നിങ്ങൾ നിൽക്കാതിരിക്കുക. കുറച്ച് സമയം നിങ്ങൾ എടുക്കുക. ഓക്കെ, കുറച്ച് സമയം എടുത്ത് നിങ്ങൾ എല്ലാ കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞ പോലെ അവനവനിലേക്ക് ഒന്ന് നോക്കി തുടങ്ങുക, നിങ്ങളെ തന്നെ ഒന്ന് മാറ്റി തുടങ്ങുക, ഷാഡോ സൈഡ് ഒന്ന് ഹീൽ ചെയ്യുക നിങ്ങൾ. ഓക്കെ, ഇന്നർ ചൈൽഡ് ഹീൽ ചെയ്യുക, ഷാഡോ സൈഡ് ഹീൽ ചെയ്യുക, നിങ്ങളുടെ ഉള്ളിലെ ഫിയേഴ്സ് മാറ്റുക, അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെയ്യുക. ഓക്കെ,
അതിനുവേണ്ടി ഒരു സെൽഫ് ഇൻട്രോസ്പെക്ഷൻ്റെ ഒരു ടൈം നിങ്ങൾ എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ ആ എടുക്കുന്നത് വളരെ നല്ലതിനാണ്. ബിക്കോസ് അത് കഴിയുമ്പോൾ നിങ്ങൾ ഈ സ്റ്റക്ക് സിറ്റുവേഷൻ നിന്ന് മാറിയിട്ട് ലൈഫിനെ തന്നെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാനുള്ള കഴിവ് കിട്ടും. ഓക്കെ, ഒരു പ്ലാനിങ് ചെയ്യാം. നിങ്ങൾ പ്ലാനിങ് ചെയ്യുക എന്തൊക്കെയാണ് നിങ്ങൾക്ക് ലൈഫിൽ മുന്നോട്ട് വേണ്ടത്. അതിനൊരു പ്ലാൻ ഇട്ടിട്ട് അതിനെ ഞാൻ എങ്ങനെ അറ്റാക്ക് ചെയ്യണം, എങ്ങനെയാണ് ഞാൻ ഇതിനെ പ്രോഗ്രസ് ചെയ്യേണ്ടത് എന്നൊന്ന് നിങ്ങൾ ആലോചിച്ച് തീരുമാനം എടുത്ത് ആക്ച്വലി നിങ്ങൾക്ക് വളരെ പ്രോഗ്രസ് വരുന്നതായിട്ടാണ് കാണുന്നത്. ഈ 2 കാർഡാണ് നമ്മുടെ മെയിൻ. ഓക്കെ, ലൈഫിൽ നിങ്ങൾക്ക് എന്താ വരാൻ പോകുന്നത് എന്ന്. ഓക്കെ, നിങ്ങളിൽ മാറ്റം വരാൻ പോകുന്നു. ഓക്കെ, നിങ്ങളിൽ ഒരു ചേഞ്ച് വരാൻ പോകുന്നു, ഗ്രോത്ത് വരാൻ പോകുന്നു. ഓക്കെ, ആൻഡ് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കും, അങ്ങനെയും പറയാം. ഓക്കെ, വന്നില്ലെങ്കിൽ നിങ്ങളിത് വരുത്തിയെടുക്കുന്നത് നിങ്ങൾ ഇന്നിപ്പോൾ ഇവിടെ തീരുമാനിക്കാം. യെസ്, ഞാൻ എൻ്റെ ഈ 3 മാസത്തിൽ 1 മാസത്തിൽ 3 മാസത്തിൽ ഞാൻ എൻ്റെ മേലെ തന്നെ ഞാൻ വർക്ക് ചെയ്യും, എൻ്റെ കാര്യങ്ങളെ ഞാൻ നോക്കും. ഓക്കെ, ഞാനത് മാറ്റിയെടുക്കും. എൻ്റെ ഉള്ളിൽ എന്താണ് എന്നെ സ്റ്റോപ്പ് ചെയ്യുന്നത് അത് ഞാൻ മാറ്റിയെടുക്കും. എന്നിട്ട് ഒരു മാസത്തിൽ ഞാനൊരു സക്സസ് ആയിട്ട് ഞാൻ കാണിച്ചു തരും എന്ന് നിങ്ങൾ തീരുമാനിക്കാം. ഓക്കെ, ഇവിടെ ചിലവർക്ക് ഫാമിലീസ് മാരേജിൻ്റെ കാര്യങ്ങളായിരിക്കാം. ഓക്കെ, അങ്ങനെ പറയാം. പ്രഗ്നൻസി അങ്ങനത്തെ കാര്യങ്ങൾ, ചിലവർക്ക് കരിയറിൻ്റെ ഗ്രോത്ത്, അതൊക്കെയാണ്. നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം അത് നേടിയെടുക്കാനുള്ള കഴിവ് നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടെന്ന് പറയുന്നത്. സോ വിത്തിൻ 1 month 3 months നിങ്ങളൊന്ന് തീരുമാനിച്ച് നിശ്ചയിച്ച് ഉറപ്പിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് നടക്കുമെല്ലാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇതിലും കൂടി ഒന്ന് നോക്കിയേക്കാം. യൂണിവേഴ്സ് നിങ്ങൾക്ക് എന്താണ് തരുന്നതെന്ന് നോക്കാം. ഓക്കെ, ഇതൊക്കെയാണ് വരാൻ പോകുന്നത്. നിങ്ങൾക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ, വെരി ഗുഡ്. മെമ്മറീസ് ഓഫ് ലവ്, ടെംപ്ടേഷൻസ് വരും. ഓക്കെ, ലെറ്റ്സ് സീ. ആൻഡ് സ്പിരിച്വൽ സ്ട്രെങ്ത്, വെരി ഗുഡ്. ഹെർമിറ്റ് കാർഡായിട്ട് എടുക്കാം. ഫേം ഫൗണ്ടേഷൻ, വെരി ഗുഡ്. മെന്റൽ കോൺഫ്ലിക്റ്റ്, കൺഫ്യൂഷൻ, നമ്മുടെ 2 again 2. ഓക്കെ, മൂവ്മെന്റ്, ചോയ്സസ് ആൻഡ് ഡിസിഷൻസ്. യെസ്, ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ആദ്യം വന്ന 2 കാർഡ്സ് എന്തായിരുന്നു? 2 of Wands-ഉം 2 of Pentacles-ഉം അല്ലേ? രണ്ടും സെയിം തിങ്. ഓക്കെ, നമ്മുടെ കൺഫ്യൂഷൻ, കോൺഫ്ലിക്റ്റ്, തീരുമാനങ്ങൾ, എന്താ വേണ്ടത് എന്നുള്ള ചോയ്സസിന്റെ കാര്യം. ഓക്കെ, ഒരു തീരുമാനം എടുക്കുന്നതായിട്ട്. സോ ആ ഒരു തീരുമാനം ഇവിടെയും പറയുന്നുണ്ട്. സെയിം തിങ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് ഒരു ചോയ്സ്. നിങ്ങളുടെ മുമ്പിൽ ആക്ച്വലി ഒരു ചോയ്സിന്റെ സമയം വരും. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് എന്താ അറിയോ, ഇവിടെ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു തീരുമാനം എടുക്കേണ്ട സമയം വരും. എന്നിട്ട് ഇങ്ങനെ തന്നെ സ്റ്റക്കായി നിൽക്കണോ നിങ്ങളുടെ ലൈഫിൽ, അതോ നിങ്ങൾ അവനവനെ തന്നെ ഒന്ന് മാറ്റിയെടുക്കണോന്ന്. ഓക്കെ, ആ തീരുമാനമാണ് ആദ്യത്തെ കാര്യം ഇവിടെ. ഓക്കെ, എന്താ വേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിക്കാം. ആൻഡ് ഇവിടെ ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിട്ട് പറയുന്നുണ്ട്. നിങ്ങളുടെ മാറ്റം നിങ്ങളെ തന്നെ നിങ്ങൾ മാറ്റിയെടുക്കും. ഓക്കെ, ലൈഫിനെ മാറ്റിയെടുക്കും, നിങ്ങളെ തന്നെ നിങ്ങൾ മാറ്റിയെടുക്കും എന്ന് പറയുന്നുണ്ട്. ആൻഡ് മെമ്മറീസ് ഓഫ് ലവ് എന്ന് കാണുന്നുണ്ട്. ചിലവർക്ക് പഴയ കാര്യങ്ങളെക്കുറിച്ച് ചില ഓർമ്മകൾ എന്ന രീതിക്ക് പറയാം. ഓക്കെ, ആക്ച്വലി അല്ലെങ്കിൽ നിങ്ങളുടെ മേ ബി പാസ്റ്റ് പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നതായിട്ടായിരിക്കാം. ഓക്കെ, ആക്ച്വലി യെസ്, നിങ്ങളൊരു സെൽഫ് ലവ് ചെയ്ത് നിങ്ങൾ അവനവനെ തന്നെ ഒന്ന് ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും നിങ്ങളെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ പേഴ്സൺ തന്നെ തിരിച്ചു വരാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. ഓക്കെ, ചിലവർക്ക് അങ്ങനെയും ഒരു മെസ്സേജ്. ടെംപ്ടേഷൻ, യെസ്, നിങ്ങൾക്ക് ടെംപ്ടേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഡെവിൾ കാർഡായിട്ട് എടുക്കാം. നിങ്ങൾക്കുള്ള അഡിക്ഷൻസ്, നിങ്ങളുടെ ഫിയേഴ്സ്, നിങ്ങളുടെ പേടികൾ, ഓക്കെ, ഓവർ തിങ്കിങ്, അങ്ങനത്തെ കാര്യങ്ങൾ. ഓക്കെ, ഇത് അതിനെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. സോ അതിനൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം നിങ്ങൾ. ഓക്കെ, മാറ്റിയെടുത്ത് നിങ്ങളെ തന്നെ മാറ്റാം, ചേഞ്ചസ് കൊണ്ടുവരാം. അതായത് ഈവൻ വല്ല അഡിക്ഷൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കേട്ടോ, എന്തെങ്കിലും നിങ്ങൾ ഡ്രിങ്കിങ്, സ്മോക്കിംഗ് അങ്ങനത്തെ അഡിക്ഷൻസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതിനെ ഒന്ന് മാറ്റിയെടുക്കാനായിരിക്കാം. ആൻഡ് ഇവിടെ സ്പിരിച്വൽ സ്ട്രെങ്ത് ഗെയിൻ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. നമ്മൾ ഹെർമിറ്റ് കാർഡാണ്. സോ മെഡിറ്റേഷൻ അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാം. അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറെ കൂടി യൂണിവേഴ്സുമായിട്ട് നിങ്ങളൊരു കണക്ഷൻ ഫീൽ ചെയ്യും, കുറെ കൂടി നിങ്ങൾ സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്യും. ഓക്കെ, നമ്മൾ യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ദൈവം നമ്മുടെ കൂടെ ഉണ്ട്, പ്രൊട്ടക്ഷൻ നമുക്കുണ്ട്, യൂണിവേഴ്സ് നമ്മുടെ കൂടെ ഉണ്ട് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മളൊരു സ്ട്രെങ്ത് ഫീൽ ചെയ്യും നമ്മുടെ ഉള്ളിൽ തന്നെ. ഓക്കെ, കോൺഫിഡൻസ് കൊണ്ടുവരും കുറച്ചുകൂടി. ഹാർട്ട് ചക്ര ഓപ്പൺ ആവുന്ന കൂടിയാണ്, ഗ്രീൻ കളറാണ്. സോ ഹാർട്ട് ചക്ര ഓപ്പൺ ആവുന്നത് കൂടിയാണ്. ഓക്കെ, നിങ്ങൾ കുറച്ചുകൂടി ഐ തിങ്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഡീൽ ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അവനവൻ്റെ ഒരു സ്ട്രെങ്ത് കൂട്ടുന്നതായിട്ടാണ് ഇതെല്ലാം. ആൻഡ് ഫേം ഫൗണ്ടേഷൻ വരും. നിങ്ങളുടെ ലൈഫിൽ കുറച്ചുകൂടി സ്റ്റെബിലിറ്റി വരും എന്ന് പറയാം. ഓക്കെ, ലൈഫിൽ സ്റ്റെബിലിറ്റി, അതിപ്പോൾ കരിയർ ഗ്രോത്തിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഫാമിലി സ്റ്റെബിലിറ്റി, നിങ്ങളുടെ തന്നെ നിലനിൽപ്പ് കുറച്ചുകൂടി ഒരു ഫേം ഫൗണ്ടേഷൻ എന്ന് വെച്ചാൽ നമ്മൾ വളരെ സ്ട്രോങ് ആയ ഒരു ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്ത് നിങ്ങളുടെ ലൈഫ് ബിൽഡ് ചെയ്യും എന്ന രീതിയിലാണ്. ഓക്കെ, എന്തായാലും ഇവിടെ ട്രാൻസ്ഫോർമേഷൻ്റെ കാര്യമാണ്. ആൻഡ് ഇവിടെ ചോയ്സസ് ഞാൻ പറഞ്ഞു, തീരുമാനം എടുക്കാനുണ്ട് നിങ്ങൾ.
ആ തീരുമാനം നിങ്ങൾ എടുക്കും. ഓക്കെ, നിങ്ങൾ എത്രയാണോ മനസ്സിൽ സമയം പിടിച്ചിരിക്കുന്നത് ആ സമയത്തിൻ്റെ ഉള്ളിൽ നിങ്ങളൊരു ചെറിയ ചില തീരുമാനങ്ങൾ എടുത്ത് ആ തീരുമാനം ഐ ഫീൽ നിങ്ങളുടെ ട്രാൻസ്ഫോർമേഷനെ കുറിച്ചാണ്. എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ ഡിസിഷൻ്റെ അല്ല, അതിനേക്കാൾ കൂടുതൽ ഞാനിങ്ങനെ എൻ്റെ ലൈഫിൽ ഇങ്ങനെ തന്നെ സ്റ്റക്കായിട്ട് കിടന്നാൽ മതിയോ, നമുക്കൊക്കെ ഒന്ന് മുന്നോട്ട് പോകണ്ടേ എന്ന് പറഞ്ഞ പോലെ ഒരു മാറ്റം വരുത്തിയെടുക്കാം. ഓക്കെ, സോ എന്തായാലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അതിൽ നിന്ന് നിങ്ങളെ തന്നെ മാറ്റിയെടുക്കുക. ഓക്കെ, ഒന്ന് നിങ്ങളെ തന്നെ ഹീൽ ചെയ്യാൻ തുടങ്ങാം. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.